أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد والعاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അടുത്തത് ദിവസം റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. വിവാഹം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. കടങ്ങൾ വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹത്തായ ഇണകളെയും അവിടെ കടങ്ങൾ വീടുവാനുള്ള മാർഗവും അല്ലാഹു തെളിയിച്ചു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. അവിടേക്ക് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പലരും. അവിടേക്ക് രോഗങ്ങൾ അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ, അവരുടെ ജോലിയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ജോലി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ വാഹനം ഓടിക്കുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഇതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയല്ല, ഞാൻ കണ്ട ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഇതൊരുപാട് ആലിമീങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാരൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്ന അറിവുകളാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബുകളിലും ഒക്കെ ഒരുപാട് ഉസ്താദുമാർ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അറിയാതെ ചെയ്യുന്ന നന്മകളാണ് നമ്മൾ ചെയ്യുന്ന ലൈക്ക്, ഷെയർ. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയാൽ, നമ്മൾ മരിച്ചു ചെന്നാൽ പോലും നമ്മളുടെ ഖബറിലേക്ക് ഒക്കെ ഒരു വെളിച്ചമാകുന്ന, ഒരു പ്രകാശമേകുന്ന, ഖബറിലൊക്കെ അതിനൊരു സന്തോഷം നൽകുന്ന, മരിച്ചു ചെന്നാൽ പോലും
നമുക്ക് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ടാണ് ഒരാൾ ഒരു ദിക്ർ ചൊല്ലുന്നതെങ്കിൽ, എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നതെങ്കിൽ, ഞാൻ മരിച്ചാൽ പോലും എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ, നിങ്ങളെ കാരണം കൊണ്ട് ആരെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങൾ ഖബറിൽ കിടന്നാലും അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് പറഞ്ഞു തരുന്ന ദിക്ർ അതിമഹത്തായ ഒരു ദിക്റാണ്. ഈ ദിക്ർ എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും ദിവസവും ചൊല്ലുന്ന ഒരു ദിക്റാണ്. ചൊല്ലാത്ത വീടുകളുണ്ടോ എനിക്കറിയില്ല. എല്ലാ വീടുകളിലും ഉമ്മമാരൊക്കെ ഇത് ചൊല്ലാറുണ്ട്, ഉപ്പമാർ ചൊല്ലാറുണ്ട്. ഇനി മുതൽ നമ്മളും ചൊല്ലാൻ ശ്രമിക്കുക. ഹദ്ദാദ് റാത്തീബ് എല്ലാവരും ചൊല്ലാറുണ്ടായിരിക്കും, എല്ലാവരുടെ വീടുകളിലും ചൊല്ലുന്നതാണ്. ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ചൊല്ലാൻ ശ്രമിക്കുക. അതിൽ പറയുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ ദിക്ർ ഇതിൻ്റെ മുമ്പ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെയൊക്കെ മഹത്വം കൊണ്ട് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ ഒക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ദിക്ർ യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം. ഈ ദിക്ർ ഹദ്ദാദ് റാത്തീബിൽ ഹദ്ദാദിൽ നമ്മൾ ചൊല്ലാറുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ നിർദ്ദേശിച്ച അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അടങ്ങിയ ഈ ദിക്റുകളാണ് ഇത്. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം. ആദരവുമുള്ളവനായ അല്ലാഹുവേ, ഞങ്ങളെ നീ ഇസ്ലാം മതത്തിൽ ഈമാനോടെ മരിപ്പിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ മഹത്വങ്ങൾ ഉത്തരം ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിൽ ഏറ്റവും മഹത്തായ നാമങ്ങളിൽ ഇസ്മുൽ ആദമിൽ പെട്ടതാണെന്ന് ചില അഭിപ്രായമുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ നാമം ചൊല്ലി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു ദിക്റാണ് ഇത്. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം. ആവർത്തിച്ചു ചൊല്ലൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്ർ ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു. അധികരിപ്പിക്കാൻ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ ഞാൻ നിർബന്ധമായും ചൊല്ലേണ്ട ഒരു വചനമുണ്ട്. അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമമാണ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്നത്. യാ ദൽ ജലാലി വൽ ഇക്റാമിത്ന അലാ ദീനുൽ ഇസ്ലാം. മഹത്വവും ആദരവുമുള്ളവനായ അല്ലാഹുവേ, ഞങ്ങളെ നീ ഇസ്ലാം മതത്തിൽ ഈമാനോടെ മരിപ്പിക്കണമേ എന്ന് ജീവിതത്തിൽ വലിയ വിജയവും നല്ലൊരു മരണവും ആഗ്രഹിക്കുന്നവർ ഈ ദുആ ദിവസവും പതിവാക്കുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഹുസ്നുൽ ഖാത്തിമ എന്ന പദത്തിൻ്റെ ലളിതമായ അർത്ഥമാണ് നല്ല മരണം, നല്ല അന്ത്യം, അല്ലെങ്കിൽ ശുഭകരമായ അവസാനം എന്നാണ്.
ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ഈമാനോട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മരണപ്പെടുന്നതിനാലാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന്. ലളിതമായി പറഞ്ഞ നല്ല അന്ത്യം, നല്ല മരണം. നമ്മുടെ മരണം അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവസ്ഥയിലായിരിക്കുക, ഈമാനോടെ മരിക്കാൻ കഴിയുക എന്നതാണ്. അതുപോലെ ഇതിനായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു ദുആയുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം. ഈ ദിക്ർ നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടതാണ്, രാവിലെയും വൈകുന്നേരവും. നമ്മളിത് പതിവാക്കൽ, വൈകുന്നേരം ഈ ദിക്ർ നമ്മൾ പതിവാക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ചേർത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ ഞാൻ നിർബന്ധമായും ചേർത്ത് പറയേണ്ട ഒരു വചനമുണ്ട്. അതാണ് യാദൽ ജലാലി വൽ ഇക്റാം. നമ്മൾ ഏതൊരു പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് എന്താണ്? യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലാം. അത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. വചനത്തോടൊപ്പം അമിത്ന അലാ ദീനുൽ ഇസ്ലാം എന്ന് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചാൽ ഈമാനോടെയുള്ള നല്ലൊരു അന്ത്യം, നല്ലൊരു മരണം നമുക്ക് ലഭിക്കും. ദിവസവും ഇത് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഹദ്ദാദ് റാത്തീബ് എല്ലാവരും വീടുകളിൽ ചൊല്ലുക. അതിൽപ്പെട്ട ഈ ദിക്ർ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷമോ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾക്ക് ഇത് 100 പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനോഹരമായ ഒരു ദിക്റാണ്. ഈ വീഡിയോസ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.